Hi all, welcome to the very first episode of Exam by Puzzle Mania. അപ്പോൾ ഡിഫറെൻറ്റ് പസിൽസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വെരി ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്നത്തേത്. അപ്പോൾ പസിൽസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പസിൽസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് വെരി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കാം ക്വസ്റ്റ്യൻ. 3 chickens and 1 duck sold for as much as 2 geese. 1 chicken, 2 ducks and 3 geese were sold together for $25. What was the price of each bird in an exact number of dollars? അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, വീഡിയോ തുടർന്ന് കാണുക. സോ ക്വസ്റ്റ്യൻ നോക്കാം. 3 chickens and 1 duck sold for as much as 2 geese. ഞാനിവിടെ ചിക്കനെ സി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഡക്കിനെ ഡി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗീസിനെ ജി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഫസ്റ്റത്തെ കാര്യം വെച്ചിട്ട് ഒരു ഇക്വേഷൻ മേക്ക് ചെയ്യാൻ പറ്റും. എന്താ പറയുന്നത്? 3 chickens and 1 duck sold for as much as 2 geese. That means 3 chicken plus duck is equal to 2 geese. അല്ലേ? 1 duck അല്ലെങ്കിൽ you can just directly take D. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, 3C plus D minus 2G is equal to 0. സോ ഇത് ഞാൻ വെരി ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 chicken, 2 ducks and 3 geese were sold for $25. നോക്കാം. 1 chicken plus 2 ducks plus 3 geese is equal to 25. ഇക്വേഷൻ നമ്പർ 2. സോ നമുക്കിവിടെ രണ്ട് ഇക്വേഷനും 3 വേരിയബിൾ ആണ് വരുന്നത്. ഒരു വേരിയബിളിനെ നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സെയിം ആക്കാം. സെയിം അല്ലാന്നുണ്ടെങ്കിൽ സൈന് ഡിഫറൻ്റ് ആണെങ്കിലും പ്രശ്നമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ജി ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ -2 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ ഇത് -6ഉം അതുപോലെ തന്നെ ഇത് 6ഉം ആക്കി കഴിഞ്ഞാൽ എന്താണ്, കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? ഇവിടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ജസ്റ്റ് നോക്കുക. ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 × 3C ദാറ്റ് മീൻസ് 9C ആണ്, പ്ലസ് 3 × D 3D മൈനസ് 6G is equal to 0. RHS വിട്ടുപോകരുത്. ഇനി സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 2C പ്ലസ് 4D പ്ലസ് 6G is equal to 25 × 2 ദാറ്റ് മീൻസ് 50. ഈ രണ്ട് ഇക്വേഷനെയും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് 11C പ്ലസ് 7D മൈനസ് 6Gയും പ്ലസ് 6Gയും എന്ത് ചെയ്യും, ക്യാൻസൽ ആയിട്ട് പോകും. 0 പ്ലസ് 50 ആണ്. ഇനി നമുക്ക് സിൻ്റെയും ഡീൻ്റെയും വാല്യൂസ് കണ്ടെത്തണം. ഒരു സിംഗിൾ ഇക്വേഷനാണ്, 2 വേരിയബിളാണ്. ദാറ്റ് മീൻസ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. ബട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാക്റ്റ് നമ്പർ ഓഫ് ഡോളേഴ്സ് ആണ്. അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ സീൻ്റെ ആണെങ്കിലും ഡീൻ്റെ ആണെങ്കിലും വാല്യൂ എന്ന് പറയുന്നത് വോൾ നമ്പർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ വോൾ നമ്പർ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം എന്ത് വരില്ല, നെഗറ്റീവ് വരില്ല. അതായത് ഒരു സാധനത്തിൻ്റെ പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താവില്ല, അവിടെ ഇപ്പോൾ നെഗറ്റീവായിട്ട് നമുക്ക് വരില്ല. ഓക്കെ, അപ്പോൾ സിക്കും ഡിക്കും നമുക്കൊരു വോൾ നമ്പർ വാല്യൂസ് ആണ്, വോൾ നമ്പർ സൊല്യൂഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് സീൻ്റെ വാല്യൂ 1 ആണെന്ന് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ സീൻ്റെ വാല്യൂ 1 ആയി കൺസിഡർ ചെയ്യുന്ന സമയത്ത് 1 × 11 11 ആണ്. 11 പ്ലസ് 7D is equal to 50. Then 7D is equal to 50 minus 11 that means 39. 39 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ദാറ്റ് മീൻസ് സിക്ക് 1 വരിക എന്നുള്ളൊരു കേസ് എന്തല്ല, അവിടെ പോസിബിൾ ആയിട്ട് വരുന്ന ഒരു കേസ് അല്ല. നൗ വി ക്യാൻ ട്രൈ ഔട്ട് C is equal to 2. C 2 ആവുന്ന സമയത്ത് 11 × 2 22 ആണ്. 22 plus 7D is equal to 50. That means 7D is equal to 28. D is equal to 4. കൃത്യമായിട്ട് ഒരു വോൾ നമ്പർ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായത്, സീൻ്റെ വാല്യൂ 2 ആണ്, അതുപോലെ തന്നെ ഡീൻ്റെ വാല്യൂ 4 ആണ്. ഓക്കെ, സീൻ്റെ വാല്യൂ 2 ആയി, അതുപോലെ തന്നെ ഡീൻ്റെ വാല്യൂ നമുക്ക് 4 ആയി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു യുണീക്ക് സൊല്യൂഷൻ പോസിബിൾ അല്ല. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷനും 2 വേരിയബിളും ആണെങ്കിൽ, ബട്ട് നമുക്കിവിടെ കേസ് ഉണ്ട്, എന്താണ്, നമുക്കിവിടെ വോൾ നമ്പേഴ്സ് ആണ് വരേണ്ടത്. അതുപോലെ തന്നെ വാല്യൂസ് നെഗറ്റീവ് ആകാൻ പാടില്ല. വോൾ നമ്പർ ആണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ വാല്യൂസ് നെഗറ്റീവ് അല്ല. ഓക്കെ,
ഇനി ഇവിടെ ആക്ച്വലി അടുത്തൊരു സൊല്യൂഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ സിക്ക് അടുത്തൊരു വാല്യൂ വരിക. ഞാൻ ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒബ്വിയസ്ലി എന്ത് ചെയ്യേണ്ടി വരും? ഡിക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. സിൻ്റെ അടുത്തൊരു വാല്യൂ ഞാൻ 9 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡീൻ്റെ അടുത്തൊരു വാല്യൂ വരുന്നുണ്ടായിരിക്കുക. എത്രയായിരിക്കും? 4 - 11. ദാറ്റ് മീൻസ് -7 ആയിരിക്കും, നെഗറ്റീവ് പോകും. ഇനി നേരെ തിരിച്ച് ഞാൻ ഡീൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡീൻ്റെ വാല്യൂ ഞാനിപ്പോൾ ഒരു 15 ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? സിൻ്റെ വാല്യൂ നെഗറ്റീവിലോട്ട് പോകും. അപ്പോൾ രണ്ടും പോസിറ്റീവായിട്ട് എനിക്ക് വരുന്ന ആകെ വാല്യൂ എന്ന് പറയുന്നത് സിക്ക് 2ഉം അതുപോലെ തന്നെ ഡിക്ക് 4ഉം ആണ്. സോ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ആൻസർ മാത്രമേ നമുക്കിവിടെ വരാൻ ഏക പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഏതാ കണ്ടെത്തേണ്ടത്? നമുക്കിനി ജീൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഇക്വേഷൻ രണ്ടാമത്തെ ഈ ഒരു ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കാം. 2c ദാറ്റ് മീൻസ് 2 × 2 4 ആണ്, പ്ലസ് 4d 4 × 4 16 ആണ്, പ്ലസ് 6g = 50. ദാറ്റ് മീൻസ് ഇവിടെ 20 ആണ് വരിക. അപ്പോൾ 6g = 50 - 20 ദാറ്റ് മീൻസ് 30 ആണ്. അങ്ങനെയാണെങ്കിൽ g = 30 / 6 = 5 ആണ്. അപ്പോൾ നമുക്ക് സിൻ്റെ വാല്യൂ എത്ര കിട്ടി? സിൻ്റെ വാല്യൂ 2 ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ ഡീൻ്റെ വാല്യൂ നമുക്ക് 4 ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ജിയുടെ വാല്യൂ ആയിട്ട് 5ഉം കിട്ടി. ജിയുടെ വാല്യൂ ആയിട്ട് 5ഉം കിട്ടി. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമുക്ക് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനുമായിട്ടായിരിക്കും നമ്മൾ എപ്പിസോഡ് 2 വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ പസിൽസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം അത് ചെയ്യുക. കാരണം ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പസിൽസ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. സോ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു പസിൽ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.